നാലാം യാമം മാന്ത്രിക നോവൽ അധ്യായം 4. പുറത്ത് മധ്യാഹ്ന വെയിൽ കത്തിപ്പൊളിയുന്നു. പകൽ വെളിച്ചം അത്രയേറെ ആ മുറിക്കുള്ളിലുമുണ്ടായിരുന്നു. പക്ഷേ അവിടെ കണ്ട കാഴ്ച, ആ കാഴ്ചയുടെ ആഘാതം 1000 കറുത്ത പക്ഷങ്ങളുടെ കൂരിരുട്ടിൽ ഒരു നിമിഷം കൊണ്ട് കണ്ണുകളിൽ നിറഞ്ഞതുപോലെ വീരഭദ്രന് അന്ധത സമ്മാനിച്ചു. അഴികളിൽ പിടിച്ചിരുന്ന കൈകൾ വേർത്ത് പിടിയഴിഞ്ഞു. ഇല്ലത്തിന്റെ പരുക്കൻ ഭിത്തിയിലൂടെ വരഞ്ഞ് അടുത്ത ക്ഷണം താഴേക്ക് ഊർന്നു വീഴുകയായിരുന്നു അവൻ. മുഖമടച്ചു കിട്ടിയ ഒരടിയേക്കാൾ വേദനിപ്പിച്ച നടുക്കിയ ഒരു രംഗം. തൊലി ഉരിഞ്ഞ് ശരീരം എവിടേക്കോ നീറയുന്നു. രക്തം തിരിഞ്ഞിട്ടുണ്ടാവുമോ? ആ വേദന പക്ഷേ അവൻ അറിഞ്ഞില്ല. ഹൃദയം നൂറായി പൊട്ടിപ്പിളർന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോൾ ശരീരവേദന എങ്ങനെ അറിയാനാണ്? മുറിക്കുള്ളിൽ കണ്ട രംഗം ഒരിക്കൽ കൂടി മറക്കാൻ പോലും വീരഭദ്രൻ അശക്തനായിരുന്നു. ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനും അവൻ ശ്രമിച്ചില്ല. ഒരു മകൻ ഒരിക്കലും കാണരുതാത്ത കാഴ്ച. പരിപൂർണ നഗ്നനായി നിൽക്കുന്ന നാരായണൻ അയാൾക്കഭിമുഖമായി അതേ രൂപത്തിൽ. ആകെ ഭയമാണ് തോന്നുന്നത്. അമ്മയെ അയാൾ കൊല്ലാൻ തുടങ്ങുകയാണോ? അയാളുടെ കൈകൾ അമ്മയുടെ കഴുത്തിൽ പിടിമുറുക്കുകയായിരുന്നല്ലോ. പക്ഷേ ഇക്കിളി കൊണ്ടാലെന്നോളം അമ്മ അടക്കിച്ചിരിക്കുകയായിരുന്നില്ലേ? മരണവെപ്രാളത്തിനിടയ്ക്ക് മനുഷ്യർ ചിരിക്കുകയാണോ ചെയ്യുക? ഒന്നുകിൽ അയാൾ അമ്മയെ കൊല്ലും, അല്ലെങ്കിൽ അതിലും മോശപ്പെട്ടതെന്തോ ആണവിടെ നടക്കുന്നത്. ഒരമ്മ ഒരിക്കലും ചെയ്യരുതാത്തതെന്തോ. മനസ്സിനേറ്റ മുറിവ് അനുനിമിഷം വിങ്ങിക്കൊണ്ടിരിക്കുന്നു. തേങ്ങിക്കരഞ്ഞുകൊണ്ടാണ് പൂക്കുടയിലേക്ക് നോക്കിയത്. തൊഴിച്ചു തെറിപ്പിക്കാനാണ് ആദ്യം തോന്നിയത്. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഊറിക്കൂടിയ രോക്ഷം ഒന്നായി വീരഭദ്രൻ ആ പൂക്കുടയോട് തീർത്തു. പൂക്കുടയ്ക്കുള്ളിലേക്ക് അവൻ കാർക്കിച്ചു തുപ്പി. ഏതാനും നിമിഷം കൂടി ആ മരവിപ്പിൽ അങ്ങനെയിരുന്നു. പിന്നെ മെല്ലെ എണീറ്റ് ഒന്നും സംഭവിക്കാത്തതുപോലെ പൂക്കുടയുമായി ഉമ്മറത്തെത്തി. ഇലഞ്ഞിക്കലെ തേവര് ഇന്ന് ചാർത്തുന്ന മാല തന്റെ തുപ്പൽ പുണ്യാഹം കൂടി കലർന്നതാവട്ടെ. പാപം കിട്ടുന്നത് പൂക്കൾ പറിച്ചവനല്ല, മാല ചാർത്തുന്നവനാണ്. ആ നിമിഷം മുതൽ വീരഭദ്രൻ ഇലഞ്ഞിക്കൽ ഇല്ലം വെറുത്തു. നാരായണൻ നമ്പൂരിയെ പകയോടെ കാണാൻ തുടങ്ങി. അമ്മയെക്കുറിച്ച് പോലും അവന് അവഹേളനം തോന്നി. പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് വീരഭദ്രൻ ആ നടക്കുന്ന സത്യം അറിഞ്ഞത്. മകനെല്ലാം അറിഞ്ഞുവെന്ന് ആ അമ്മ മനസ്സിലാക്കിയ ദിവസം കരഞ്ഞുകൊണ്ടാണ് അവർ മകനോടത് പറഞ്ഞത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല മോനെ, ഞാൻ പോലും അറിയാതെ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. നമുക്കിപ്പോൾ എതിർത്തൊന്നും പറയാൻ വയ്യ. അച്ഛന്റെ സ്നേഹിതനായിരുന്നെങ്കിലും നമ്മുടെ തറവാടിന്റെ ആധാരങ്ങൾ പോലും അയാൾ കടപ്പെടുത്തിയാണ് അച്ഛൻ പോയത്. അത് വീണ്ടെടുക്കാൻ ഒരു മാർഗമില്ല. നിന്റെ അച്ഛനും കാരണവന്മാരും വലിയ മന്ത്രസിദ്ധികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടെന്താ? നമ്മൾ കഴിഞ്ഞുകൂടിയത് അത്രയും കൊല്ലൂർ മനകളിലും പുരയിടങ്ങളിലും എലിഞ്ഞിക്കൽ തിരുമേനിക്ക് പണയം വെച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്ന പണയമുണ്ടായിരുന്നു. അമ്മയത് അറിഞ്ഞിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ഒട്ടും ഇഷ്ടമുണ്ടായിട്ടില്ല മോനെ. അമ്മ അറിഞ്ഞുകൊണ്ടുമല്ല, എന്തോ കടുത്ത ശുദ്രം ചെയ്ത് ആ നേരത്ത് അയാൾ എന്നെ ആകർഷിച്ചെടുക്കുകയാണ്. ഒരു മകനോട് ഒരമ്മയ്ക്ക് പറയാൻ കൊള്ളാവുന്നതല്ല ഇതൊന്നും. പക്ഷേ ഈ അമ്മയ്ക്ക് പറയാൻ നീയല്ലാതെ മറ്റാരുണ്ട് മോനെ? നമ്മുടെ മനയും ഇത് നിൽക്കുന്ന വളപ്പും നമുക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായാൽ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്കോടി അനങ്ങാം. ഇപ്പോഴും അതങ്ങനെ കൺമുന്നിലുണ്ട്. ഇന്നലെ കഴിഞ്ഞാലെന്നാണ്. അന്ന് തനിക്ക് 16 or 17 വയസ്സുണ്ട്. ഇലഞ്ഞിക്കലേക്ക് വീട്ടുജോലിക്കൊന്ന് പോകുന്നത് നിർത്തിയെങ്കിലും ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു നേരത്ത് അമ്മ ഒരു സ്വപ്ന നാടകയെപ്പോലെ ഇലഞ്ഞിക്കൽ മാന്ത്രികന്റെ രഹസ്യമുറിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആ യാത്ര എന്തിനെന്ന് നല്ലോണം അറിയാമായിരുന്നു. പക്ഷെ നിസ്സഹായനായിരുന്നല്ലോ താൻ. അത് അവസാനിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ ഇലഞ്ഞിക്കൽ തിരുമേനിയെ കൊല്ലണം, അല്ലെങ്കിൽ താൻ അതിലും വലിയ മാന്ത്രികനായിരിക്കണം. ഏറെ കഴിയും മുമ്പ് തിരുമേനി തന്നെ ആ പതിവ് അവസാനിപ്പിച്ചു. അമ്മയുടെ സ്ഥാനത്ത് കൂടുതൽ ചെറുപ്പക്കാരിയായ മറ്റൊരു സ്ത്രീ ഇലഞ്ഞിക്കൽ ജോലിക്കൽ വന്നത്രേ. അമ്മ ക്ഷീണിതയാവുകയും ചെയ്തിരുന്നു. ശരീരം നന്നാക്കാനെന്ന് പറഞ്ഞ് തിരുമേനി കൊടുത്തിരുന്ന മരുന്ന് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. ആ മരുന്ന് തീരുന്ന ദിവസമാണല്ലോ അമ്മയുടെ മരണം. സഹതപിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഇലഞ്ഞിക്കൽ മാന്ത്രികനുണ്ടായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച്
ആ മഹാമനസ്കന്റെ രീതിയിൽ കൊല്ലൂർ മനയുടെ ആധാരം തന്നെ ഏൽപ്പിച്ച് രംഗവും കല്ലിൽ കൊത്തിയ ചിത്രം പോലെ മനസ്സിലുണ്ടിപ്പോ. ഇലഞ്ഞിക്കൽ മാന്ത്രികൻ എത്രയോ വലിയ മനസ്സിന്റെ ഉടമയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നത്. അമ്മ തെറ്റുക ചെയ്യുകയാണെന്ന് അന്നൊക്കെ ഉറച്ചു വിശ്വസിച്ചിരുന്നുവെങ്കിലും കുറെ കൂടി അറിയാറായപ്പോൾ, മാന്ത്രിക ശക്തികളെക്കുറിച്ചും പഠിച്ചപ്പോൾ അമ്മ പറഞ്ഞതായിരുന്നു സത്യമെന്ന് ബോധ്യമായി. ഇല്ലത്താരും ഇതൊന്നും അറിയുന്നേയില്ലെന്ന് സംശയിച്ചിരുന്നു. മാന്ത്രികന് ഇതും അതിലപ്പുറവും കഴിയുമെന്ന് പിന്നീടറിഞ്ഞു. ആ നേരങ്ങളിൽ എലഞ്ഞിക്കൽ ഇല്ലത്തെ അംഗങ്ങളുടെ കണ്ണുകൾ കെട്ടിയിരിക്കുമത്രേ. ഒരുതരം മാന്ത്രിക ബന്ധനം. എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും അറിയില്ല. അവർ നോക്കുമ്പോൾ അവരോടൊപ്പം അമ്മ അടുക്കളയിലുണ്ട്. വീണ്ടും മാന്ത്രിക ബന്ധനം അഴിക്കുമ്പോൾ അമ്മ അവിടെ തന്നെയുണ്ട്. താൻ കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ ബാധിച്ചില്ല. ഭാരം പൂക്കൾ ശേഖരിക്കാൻ വേണ്ടി തൊടിയിലേക്ക് അകറ്റി. ഇത്രയേറെ ഭീകരനായിരുന്നു നാരായണൻ തിരുമേനിയെന്ന് ആരും അറിഞ്ഞിട്ടില്ല. അച്ഛനെ ചതിവിൽ കൊലപ്പെടുത്തിയത് നാരായണൻ തിരുമേനിയെ ആയിരുന്നില്ല. അമ്മയെ നിരന്തരം പീഡിപ്പിച്ച് ഒടുവിൽ വിഷം കൊടുത്ത് കൊന്നതും ഒക്കെ കണ്ടും മറിഞ്ഞും അനുഭവിച്ചും വീരഭദ്രന്റെ മനസ്സൊരു കല്ലായി മാറുകയായിരുന്നു. പകയെന്ന ഏക്കലുകൾ അടിഞ്ഞടിഞ്ഞുറഞ്ഞുണ്ടായ കരിമ്പാറ. സിദ്ധി പൂർണ്ണമായും ലഭിച്ച ദിവസം തന്നെ എലഞ്ഞിക്കൽ ഇല്ലത്തെ സേതുലക്ഷ്മിയെ താൻ പടിപ്പുരയിൽ വരുത്തി അന്ന് നാരായണൻ തിരുമേനി തന്റെ അമ്മയെ ആകർഷിക്കാൻ ഉപയോഗിച്ച അതേ മന്ത്രം കൊണ്ട് തന്നെ ഒരുപക്ഷെ അതിലും ശക്തിയോടെ തനിക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞു. ഹരിശങ്കരനെയും പരിവാരങ്ങളെയും മോഹനിദ്രക്കടിമപ്പെടുത്തി പടിപ്പുരയിൽ കാവലിരുത്തി. ജീവനോടെ കയ്യിൽ കിട്ടിയില്ലെങ്കിലും നാരായണൻ തിരുമേനിയുടെ ആത്മാവിനെ ബന്ധിക്കാനും കഴിഞ്ഞു. ആ ആത്മാവിനെ കൊണ്ട് തനിക്ക് ഉപയോഗങ്ങളുണ്ട്. സ്നേഹിതന്റെ മോക്ഷപ്രാപ്തി കാക്ഷിച്ച് ഗുരുജിയെ കുറേ ബന്ധപ്പെടുന്നുണ്ടല്ലോ. തെക്കുപ്പാട്ട ഗുരുജിയേക്ക് താൻ വെറുതെ വിടാൻ പോകുന്നില്ല. മനക്കിലെ ദുരന്തങ്ങൾ സമ്മാനിച്ചതിൽ ഒരു പങ്ക് ഗുരുജിക്കുമുണ്ടായിരുന്നില്ലേ? തങ്ങളെ ഇല്ലാതാക്കുന്നതിലൂടെ അവർക്ക് എന്തായിരുന്നു നേടാനുണ്ടായിരുന്നത്? അതാണ് ഇനിയും മനസ്സിലാക്കാനുള്ളത്. അതുകൂടി കണ്ടെത്തും വരെ താൻ ആരാണെന്ന് ശ്രീമംഗലം ഗ്രാമം അറിയരുതെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. അത്ര എളുപ്പം അതുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. പക്ഷെ ഗുരുജി അയാളുടെ ശ്രമങ്ങൾ, ഓരോ നീക്കങ്ങളും കൃത്യസമയത്തറിയാൻ കഴിയുന്നത് കൊണ്ട് പ്രതിവിധി ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് കണ്ടെത്തും വരെ അയാൾക്ക് വിശ്രമം ഉണ്ടാവില്ല. കുറച്ചുകൂടി കഴിയട്ടെ, അയാളുടെ ശല്യം അവസാനിപ്പിക്കുന്നുണ്ട്. അത്ര എളുപ്പം ഒഴിവാക്കേണ്ട ഒരു കക്ഷിയല്ല ഗുരുജി. നാരായണൻ നമ്പൂതിരിയുടെ ആത്മാവിനെ കൊണ്ടുവന്ന പോലെ ഗുരുജിയെ കൊണ്ടും തനിക്ക് അത്യാവശ്യങ്ങളുണ്ട്. വീരഭദ്രൻ പൂജാമുറിയിലായിരുന്നു അപ്പോൾ. ആദ്യ പൂജ പരാജയപ്പെട്ടെങ്കിലും ഉടൻ തന്നെ വീണ്ടും അങ്ങനെ തന്നെ ഗുരുജി പുറപ്പെടുമെന്ന് നനച്ചതല്ല. ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് തന്നെ ഉന്നംപെട്ടി കിട്ടി. കൂട്ടുകാരന്റെ ആത്മാവിനെ ബന്ധിച്ചതാരാണെന്ന് കണ്ടുപിടിക്കാതെ അയാൾ അടങ്ങില്ലെന്ന് തീർച്ച. അതുകൊണ്ട് തന്നെയാണ് മരുമകളെ ശരിക്കും ഒന്ന് വിരട്ടാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഇത്രയും മതി. ഒരിക്കലും ഒരു പൂജയും പൂർത്തിയാകാതിരുന്നാൽ മതിയല്ലോ. കാലുവെന്ത നായയെപ്പോലെ തെക്കുംപാട്ട് ഗുരുജി തെക്കോട്ടും വടക്കോട്ടും പായുന്നത് കാണാനൊരു സുഖമുണ്ട്. പൂജാമുറിയിലെ നിലവിളക്കിന്റെ തിരികൾ കുറച്ചുകൂടി നീട്ടി. അഞ്ജനമിടാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഓട്ടുകിണ്ണം നിലവിളക്കിന്റെ നാളത്തിൽ സ്വർണം പോലെ തിളങ്ങി. തെക്കുംപാട്ട ഇപ്പോഴത്തെ രംഗം കാണാൻ വീരഭദ്രൻ ഉത്സുകനായി. ഗിരിജാമണിയെ ഒന്ന് ഭയപ്പെടുത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിത്തിരി കൂടിപ്പോയോ എന്ന് സംശയം. ഹരിശങ്കരനോട് കെറിവിച്ച് ചെമ്പരത്തിക്കാട്ടിലേക്ക് വാശിയോടെ നീങ്ങിയ അവളുടെ നീല എന്തായി? മഷിയിട്ട ഓട്ടുകിണ്ണത്തിന്റെ ഉള്ളിൽ വീരഭദ്രൻ കാണാൻ ആഗ്രഹിച്ച രംഗം തെളിഞ്ഞു വന്നു. ഗിരിജാമണി ഇപ്പൊ തെക്കുംപാട്ടയും മറത്താണ്. അവൾ ചുറ്റും ഗുരുജിയെയും ഹരിശങ്കരനെയും ഗോപികൃഷ്ണനുമുണ്ട്. ആരോ ഒരാൾ കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഓ, ശങ്കുഷാർ. ഗുരുജി ആകെ പരിഭ്രമിച്ചിരിക്കുന്നെന്ന് വ്യക്തം. ഹരിശങ്കരന്റെ മുഖവും വിളറി വെളുത്തിട്ടുണ്ട്. കണ്ട കാഴ്ച തന്നെ നടുക്കിയ മോഹാലസ്യത്തിൽ നിന്നവളെ ഉണർത്താൻ ഗുരുജി എന്തോ മന്ത്രങ്ങൾ ചെല്ലുന്നുണ്ട്. മന്ത്രത്തിന്റെ ഒടുക്കം തണുത്ത ജലം പൂവിതൾ മുക്കി അവളുടെ മുഖത്ത് കുടയുന്നു. അവളൊന്ന് ഞരങ്ങിയെന്ന് തോന്നുന്നു. അതെ, ഗിരിജാമണിയുടെ കൺപോളകൾ ചിമ്മുന്നുണ്ട്. ഭയാനകമായ ഒരു ആർത്തനാദത്തോടെ അവൾ പിടഞ്ഞെഴുന്നേൽക്കുന്നു. എങ്ങോട്ടോ പായാനുള്ള തന്ത്രപ്പാടിലായിരുന്നത്. ഗുരുജി അവളെ പിടിച്ചു നിർത്തി. മൂർധാവിൽ വലതുകരത്തിന്റെ ഉള്ളം കൈ അർപ്പിച്ച് വീണ്ടും ധ്യാനിക്കുന്നു. മഷിക്കിണ്ണത്തിൽ തന്നെ മിഴികൾ അർപ്പിച്ചിരുന്ന വീരഭദ്രൻ ചുണ്ടിൽ ഗൂഢ മന്ദസ്മിതം വിരിഞ്ഞു. പതിയെ പതിയെ ഗിരിജാമണി സ്വാഭാവികതയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. എന്താണുണ്ടായത് മോളെ? ഗുരുജി വാത്സ്യത്തോടെ തിരക്കി. അവിടെ ആ ചെമ്പരത്തിക്കാട്ടിൽ ഒരു കറുത്ത നായ.
അതെന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചെന്നായിയോളം വലിപ്പമുണ്ടായിരുന്നു ആ ജന്തുവിന്. അതെൻ്റെ നേരെ കുതിച്ചു ചാടിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഗിരിജാമണി അപ്പോഴും ആഘാതത്തിലാണ്. എന്നിട്ട് ഞാൻ അവിടെയെല്ലാം നോക്കിയിട്ട് യാതൊന്നും കണ്ടില്ലല്ലോ. ഹരിശങ്കരൻ ഭയത്തോടെ മന്ത്രിച്ചു. ഗുരുജി ഒന്ന് ഇരുത്തിമൂളി. പിന്നെ ആരോടൊന്നില്ലാതെ പറഞ്ഞു, നീ അത് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിലും അത് നിനക്ക് കാണാനുള്ളതായിരിക്കില്ല. ഗിരിജാമണിക്ക് മാത്രം കാണാനേ കഴിയുമായിരുന്നുള്ളൂ. ഗുരുജിയുടെ മുഖം ഇരുളുന്നത് ഹരിശങ്കരൻ ശ്രദ്ധിച്ചു. ഗിരിജാമണി അപ്പോഴും നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ട്. പെട്ടെന്നവൻ ഓർത്തത് സേതുലക്ഷ്മിയാണ്. ഇതുപോലൊരു ഭയത്തിന്റെ വിറയിലായിരുന്നു അവൾക്കും തുടക്കം. ഗിരിജയെ കൊല്ലൂർ പടിപ്പുരയിലേക്കൊന്ന് കൊണ്ടുപോയാലോ ഗുരുജി? എന്തോതിന്? അവിടെ എന്തോ ഇരുന്നിട്ട് ഒരു ചക്കയിട്ടപ്പം മുയല് ചത്തെന്ന് കരുതി എല്ലാം മുയലിറച്ചി തിന്നാൻ മാത്രമുള്ള സുഹൃതമൊന്നും കൊല്ലൂരില്ലത്തിനില്ല കുഞ്ഞാങ്കരം കുഞ്ഞെ. ഇവിടെ അദ്ദേഹമുണ്ടല്ലോ. അല്ലെങ്കിലും ഗിരിജാമണിക്ക് ചിത്തഭ്രമമൊന്നുമില്ലല്ലോ. ശങ്കുശാര് ഹരിശങ്കരന്റെ അഭിപ്രായം പാടെ നിരസിച്ചു. കൊല്ലൂർ മന ചർച്ചാ വിഷയമാവുന്നതിൽ ശങ്കുശാർക്ക് എല്ലായ്പ്പോഴും ഒഴിഞ്ഞു നിന്നു. മറ്റുള്ളവർക്കുള്ള ബഹുമാനം അയാൾക്ക് കൊല്ലൂർ മനയോട് പണ്ടുമില്ല. ഗുരുജി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ശങ്കുശാരുടെ ആ അഭിപ്രായം വീരഭദ്രൻ അറിഞ്ഞു. അവന്റെ കണ്ണുകളൊന്ന് കിറങ്ങി, പിന്നെ വിടർന്നു. വലതു കൈവിരലുകൾ അറിയാതെ താടിയിലേക്ക് ഉയർത്തി നിന്നു. ആ വിരലുകൾ താടിയിൽ താളം പിടിച്ചു. വീരഭദ്രൻ സ്വന്തം താടിയിൽ വിരലുകൾ കൊണ്ട് താളം പിടിക്കുന്നതിന് ഒരു കാര്യത്തിലും നല്ല ലക്ഷണമല്ല. അധ്യായം 8. ശങ്കുശാർ. ഇലഞ്ഞിക്കൽ ഇല്ലത്തിന്റെ പ്രതാപകാലം മുതൽ ഇല്ലത്തെ കാര്യപ്രസ്ഥ പ്രമുഖനായിരുന്നു അയാൾ. നാരായണൻ നമ്പൂതിരി ഒരു കാര്യസ്ഥനേക്കാൾ ഉപരി സ്നേഹിതനെ പോലെയാണ് ശങ്കുശാരെ കരുതിയിരുന്നത്. തിരുവേദിയുടെ മരണത്തിന് മുൻപേ കാര്യസ്ഥ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും ശങ്കുശാർ ഇന്നും ഇല്ലത്തെ കാരണവർ തന്നെയാണ്. ഇല്ലത്തെ കാര്യങ്ങളെല്ലാം ആരും പറയാതെ തന്നെ ചെയ്യും. കുറച്ചകലെ ഒരു വീടുണ്ടെങ്കിലും ശങ്കുശാർ ഇല്ലത്ത് തന്നെയാണ് താമസം. അതേക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ പറയും. അതിനനുസരിച്ചുള്ള ശങ്കുശാർക്ക് മറുപടിയുണ്ട്. ആയ കാലത്ത് ആവോളം വാരിക്കോരി തന്നിട്ടുള്ളവരവര്. പോയ കാലത്താണ് അതിൻ്റെ നന്ദി മടക്കി കൊടുക്കേണ്ടത്. അർത്ഥം കൊണ്ടായില്ലെങ്കിലും ആളുകൊണ്ട് അവരോടൊപ്പം ഞാൻ നിൽക്കണം. ഞാനതേ ചെയ്യൂ. ആ ആത്മാർത്ഥത സത്യസന്ധമാണ്. തിരുമേനിയുടെ വലം കൈയായി നിന്ന കാലത്ത് തിരുമേനിയുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനായിരുന്നു ശങ്കുശാർ. അതുകൊണ്ട് തന്നെയാണ് കൊല്ലൂർ മനക്കാരോട് അയാൾക്ക് താല്പര്യമില്ലാതെ പോയത്. നാട്ടിൽ ഒരാളുടെ കാര്യത്തിലും വീരഭദ്രൻ ഇടപെടാറില്ലെങ്കിലും അവനോട് എക്കാലത്തും ശങ്കുശാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അത് വീരഭദ്രന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. തന്നെ ചെറുതാക്കാനുള്ള ഒരവസരവും ശങ്കുശാർ വെറുതെ കളയാറില്ല. വീരഭദ്രന്റെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു എന്നും ശങ്കുശാർ. ഏറ്റവും ഒടുവിലിതാ തെക്കുംപാട്ട് വെച്ച് തന്റെ ഇല്ലത്തെ പുച്ഛിച്ചു സംസാരിക്കുന്നു അയാൾ. രാത്രി പതിയുള്ള ആസവും സേവിച്ച് കവലയിൽ നിന്നും തന്നെ കൊളുത്തിയ ചൂട്ടുകറ്റയും വീശി ശങ്കുശാർ എലഞ്ഞിക്കലേക്ക് നടക്കുകയാണ്. അതാണ് ശങ്കുശാരുടെ ചിട്ട. എന്തുമാത്രം ജയിലിൽ തിരക്കുണ്ടെങ്കിലും 6 മണിയോടെ അതെല്ലാം അവസാനിപ്പിക്കും. പിന്നെ കുളിച്ചു കുറിയിട്ട് മുക്കവലയിലേക്കൊരു പോക്കാണ്. ഇല്ലത്തേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനെന്നാണ് വായ്പ്. പോകുമ്പോൾ ഇല്ലത്തു നിന്നും തന്നെ മടങ്ങാനുള്ള ചൂട്ടുകറ്റയും കരുതും. കവലയിൽ രാമൻ വൈദ്യരുടെ കടയിലാണ് ശങ്കുശാരുടെ വിശ്രമം. ശങ്കുശാരുടെ പ്രായത്തിലുള്ള ഒരുപാട് പേരുടെ താവളമാണ് ആ വൈദ്യശാല. നല്ല വാറ്റുചാരായം അരിഷ്ടത്തിലൊഴിച്ച് നൽകുന്ന വൈദ്യരുടെ ആസവത്തിന്റെ രഹസ്യമാണെങ്കിലും വിപുലമായ ഒരു ആരാധക വൃന്ദമുണ്ട് അയാൾക്ക്. ചൊറിക്കും ചിരങ്ങനുമുള്ള കുഴമ്പുമായി ഇരുന്നാൽ തന്റെ 7 പെൺമക്കളും കണിയാട്ടിയും കുത്തുപാളയെടുക്കുമെന്ന് രാമൻ വൈദ്യരുടെ ഭാഷ്യം. വരുമാനമുണ്ടാക്കണമെങ്കിൽ ആസവം തന്നെ വിൽക്കണം. പരിചയക്കാർക്കല്ലാതെ അതവിടെ നിന്നും കിട്ടുകയുമില്ല. ഓരോരുത്തർക്കുമുള്ള അളവ് വൈദ്യർക്കറിയാം. അത് പകലെ അളന്ന് കൃത്യമായി മാറ്റിവെച്ചിരിക്കുന്നു. കുപ്പിയുടെ പുറത്ത് ദശമൂലാരിഷ്ടമെന്നും വൈദ്യരുടെ ചതുരവടിയിലുള്ള കൈയക്ഷരം എഴുതി ഒട്ടിച്ചിരിക്കും. ആവശ്യക്കാരന് അതത് കുപ്പികളെടുത്ത് കൊടുക്കേണ്ട ഭാരമേ വൈദ്യർക്കുള്ളൂ. തനിക്ക് മാറ്റിവെച്ചിരിക്കുന്ന അളവ് ശങ്കുശാർക്ക് കൃകൃത്യം. അത് ചെലുത്തിക്കഴിഞ്ഞാൽ പിന്നെ വെൺമണി ശ്ലോകം ഉറവെടുക്കുകയായി. ശ്ലോകവും ചൊല്ലി ചൂട്ടും കത്തിച്ച് മടക്കയാത്ര. ഇലഞ്ഞിക്കല്ലില്ലത്തിന്റെ വളപ്പിൽ തന്നെയുള്ള കളപ്പുരയിലാണ് ശങ്കുശാരുടെ ഉറക്കം. കളപ്പുരയിലെത്തുവോളം ആ ശ്ലോകങ്ങൾ അങ്ങനെ ചുണ്ടിൽ തന്നെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കും.
കട്ടിമുണ്ടടയിൽ മുട്ടുമാറ് മടിയുട്ടൊടുത്തു നില വിട്ടു നീ, കോട്ടമറ്റ ചെറുപെട്ടു താഴെ പല പാട്ടുപാടി, പരിതുഷ്ണായി മുട്ടി വന്നു വിളി കൂട്ടിടേണ്ട പുര വട്ടമിട്ടു പല വെട്ടുവും, വിട്ടുകൊണ്ടു ഫലവെട്ടുമില്ല മുല കിട്ടണമെങ്കിൽ വില കിട്ടണം. ഇരുട്ട് ഘനീഭവിച്ച് കിടക്കുന്ന തെങ്ങിൻ തോപ്പിലൂടെ ചൂട്ടുകറ്റയും വീശി ലാഘവത്തോടെ അയാൾ നടന്നു വരികയായിരുന്നു ശങ്കുശാർ. അതേസമയം തന്നെയാണ് കൊല്ലൂർ മനക്കിലെ നിലവറയിലേക്ക് വീരഭദ്രൻ കടന്നത്. ചെന്നപാടെ അവനൊരു വലിയ കർപ്പൂരഖണ്ഡം കയ്യിലെടുത്തു. വലങ്കൈയുടെ ഉള്ളിൽ വെച്ച് അത് കത്തിച്ച് മന്ത്രോച്ചാരങ്ങളുടെ മൺചരാതിലെ തിരിനാളത്തിലേക്ക് അത് കൊളുത്തി. തിരുനാളം ജ്വലിച്ചതോടെ ആ നാളത്തിൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖത്തെളിഞ്ഞു വന്നു. ദയനീയമായ അതേ മിഴികൾ വീരഭദ്രനോട് യാചിക്കും പോലെ. വീരഭദ്രൻ സൗമ്യമായി പുഞ്ചിരിയോട് തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ അങ്ങയെ ഞാൻ ഈ തിരുനാളത്തിലേക്ക് ആവാഹിച്ചു കുടിയിരുത്തിയതിന് മറ്റു ചില ഉദ്ദേശം കൂടി എനിക്കുണ്ട്. അതിലൊന്നിപ്പോ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തു തരണം. എൻ്റെ അമ്മയും ഞാനും അങ്ങയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇനി എനിക്ക് വേണ്ടി അങ്ങ് ചിലത് ചെയ്തേ പറ്റൂ. ഒരു കാര്യത്തിൽ അങ്ങേക്ക് വിശ്വസിക്കാം. ഞങ്ങൾ വീട് പണി ചെയ്തത് ശ്രീമംഗലം ഗ്രാമത്തിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. അങ്ങ് ചെയ്തത് ആരും കാണില്ല. വീരഭദ്രൻ ചിരിച്ചു. ബഹുമാനം ഒട്ടും കുറയാതെയാണ് അവന്റെ സംസാരം. എല്ലാവരോടും അതങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. പ്രതികാരം പോലും സൗമ്യമായിട്ടാവുമ്പോഴല്ലേ അത് ചെയ്യേണ്ടവരോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാനും ഇനി ഉദ്ദേശിക്കുന്നില്ല. അതിനാണെങ്കിൽ തൻ്റെ ഈ മാന്ത്രിക ജന്മം കൊണ്ട് അർത്ഥമൊന്നുമില്ലല്ലോ. നാരായണൻ നമ്പൂതിരിയുടെ പ്രതിരൂപത്തിന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ ലാഞ്ചനം. വീരഭദ്രൻ എന്തു പറഞ്ഞാലും തനിക്കത് അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂവെന്ന് ആ ആത്മാവിനറിയാം. ഒരിക്കലും മോക്ഷം കിട്ടാത്ത വിധം തടങ്കലിലായിരിക്കുന്നു താൻ. ഇനി വീരഭദ്രൻ നിരൂപിക്കാതെ തനിക്ക് മോചനമില്ല. ഗുരുജിക്കും അതുപോലെ മറ്റൊരു മാതൃകനോ രക്ഷിക്കാൻ കഴിയാത്ത പതനത്തിലായിരിക്കുന്നു. തനിക്ക് സംഭവിച്ച ദുരന്തമെന്നൊന്ന് ഗുരുജി അറിഞ്ഞിട്ടുണ്ടെന്ന് തീർച്ച. പക്ഷേ അതെവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ശത്രു ആരെന്ന് ഹരിശങ്കറിന് പോലും അറിയിക്കാൻ കഴിഞ്ഞില്ല. ഉടനെയെങ്കിലും അത് അറിയിക്കാനും നിർവാഹമില്ല. ജീവിച്ചിരുന്നപ്പോൾ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വരുത്തിവെക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാമെങ്കിലും ഇനി നല്ലതല്ലാത്തത് കുറെ ചെയ്യേണ്ടി വരും. അങ്ങയെ കൊണ്ടിങ്ങനെ ചിലത് ചെയ്യിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്. അങ്ങയുടെ ഉറ്റവരെയും ഉടയവരെയും അങ്ങയെ കൊണ്ട് കൊല്ലിക്കുക. അതിൽ ആദ്യത്തെ ഒരു കൃത്യമാണിപ്പോൾ എനിക്ക് വേണ്ടി അങ്ങ് ചെയ്യേണ്ടത്. ഇത് കണ്ടുവോ എൻ്റെ കൈവെള്ളയിൽ തെളിയുന്ന ഈ രൂപം? വീരഭദ്രൻ വലതു കൈപ്പടം ചെരാതിന്റെ നാളത്തിന് നേരെ ഉയർത്തിക്കട്ടി. അവിടെ ശങ്കുശാരുടെ മുഖം ചൂട്ടുമിന്നിച്ച് നടന്നു പോകുന്നു. ശങ്കുശാർ. നാരായണൻ നമ്പൂതിരിയുടെ കണ്ണുകളിൽ നടുക്കം വ്യക്തമായിരുന്നു. ഇയാൾ ഇന്നും എന്നെ ധിക്കരിക്കുകയായിരുന്നു. ഇന്നും അത് ഉണ്ടായി. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അയാൾ ഇല്ലാതാവണം. ഇലഞ്ഞിക്കലെത്തും മുൻപ് ശങ്കുശാര് തീർന്നിരിക്കണം. അത് ചെയ്യേണ്ടത് അങ്ങാണ്. അത് ചെയ്യാൻ വേണ്ടി കുറച്ചു നേരത്തേക്ക് അങ്ങയെ ഞാൻ മോചിപ്പിക്കും. കൊല്ലൂർ വീരഭദ്രനെ ധിക്കരിക്കുന്ന ഒരാളും ഇനി ശ്രീമംഗലത്ത് വേണ്ട. എന്റെ തീരുമാനമാണ്. ഇനിയൊരിക്കലും നിന്ദയോടുള്ള ഒരു നോക്ക് പോലും അനുഭവിക്കാൻ ഈ വീരഭദ്രൻ ഒരുക്കല്ല. വീരഭദ്രൻ ഇപ്പോഴും വിരോചിതമായി പുഞ്ചിരിച്ചു. എലിഞ്ഞിക്കലെ കാര്യസ്ഥൻ ശങ്കുശാർ, തന്റെ വലങ്കൈ പോലെ ഒപ്പം നിന്ന മനുഷ്യൻ, അയാളെ കൊലപ്പെടുത്തുകയോ? അതും താൻ? വീരഭദ്രൻ ഇങ്ങനെ ഇത്രയും ക്രൂരനായി? ഇത്തരം കർമ്മങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയാണ് തന്നെ ഇവൻ ബദ്ധസ്ഥനാക്കി എങ്കിൽ ഇവനോളം ദുഷ്ടനായ മനുഷ്യൻ ഈ ലോകത്തെങ്ങും ഉണ്ടാവില്ല. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരനാകാൻ തന്നെയാണ് ഇവന്റെ പുറപ്പാട്. ഇനി അരനാഴിക പോലുമില്ല. അതിനു മുമ്പേ അയാൾ ഇല്ലത്തെത്തും. ശങ്കുശാര് ഇന്ന് ഇല്ലത്തെത്തില്ലെന്ന് പകലെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങേക്കൊണ്ടത് ചെയ്യിക്കുന്നതേ ഉള്ളൂ. തയ്യാറായിക്കൊള്ളൂ. ഇനിയൊരു നിമിഷം. വീരഭദ്രന്റെ ചുണ്ടത്തെ പുഞ്ചിരി മഞ്ഞു. അവന്റെ കണ്ണുകൾ കുറുകിയുണർന്നു. മനസ്സിൽ മന്ത്രങ്ങളുടെ ദ്രുതപ്രവാഹം തുടങ്ങി. സർവം ഭദ്രം. വെൺമണി ശോകത്തിലെ പ്രിയപ്പെട്ട പദങ്ങൾ അവർ ആവർത്തിച്ചു ചൊല്ലുന്നു.
ശ്ലോകത്തിന്റെ രസനീയത ഓർത്ത് ഊറി ഊറി ചിരിച്ചു. ആ രസത്തോടെ ശങ്കുശാർ ചൂട്ടുതാളത്തിൽ വീശി. തെങ്ങിൻതോപ്പ് കഴിയാറാകുന്നതേയുള്ളൂ. ഇലിഞ്ഞിക്കൽ ഇല്ലത്തെ ഉമ്മറത്തെ പാനീസ് അകലെ കാണാൻ കഴിഞ്ഞിരുന്നുണ്ട്. തെങ്ങിൻതോപ്പ് കടന്ന് പുറത്തേക്കുള്ള ഒതുക്കുകല്ല് കയറുമ്പോഴാണ് ശങ്കു പെട്ടെന്നൊരു വിളി. ശങ്കുശാർ പിടഞ്ഞു കിട്ടിയതുപോലെ നിന്നുപോയി. എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്ത ആ സ്വരം. അതോടെ ഉത്കടമായ ഒരു നടുക്കം, ആകെ തണുത്തുറയുന്നത് പോലെ. ശരീരത്തിലെ രൂമകോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. നാരായണൻ തിരുമേനിയുടെ ശബ്ദമല്ലേ താൻ കേട്ടത്? നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചുകൊണ്ടിരിക്കുന്ന അതേ ശീലിൽ. ഒരു നിമിഷമേ ശങ്കുശാർ വീണ്ടും നടക്കാൻ തുടങ്ങി. തനിക്ക് ചിലപ്പോൾ തോന്നിയതാവും. ആ സാന്നിധ്യം മറക്കാൻ കാലമായിട്ടില്ല. തിരുമേനി മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. വേർപാട് പെട്ടെന്ന് ആർക്കും മറക്കാൻ കഴിയില്ലല്ലോ. വയലിൽ ഒരു പിഷറൻ കാറ്റ് വീശിത്തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ നേരത്ത് ഇത്തരം ഒരു കാറ്റ് ഉണ്ടാകാനിടയില്ലാത്തതാണ്. ആകെയുണ്ടായ നാട്ടുവെളിച്ചവും പെട്ടെന്ന് മങ്ങിയതുപോലെ. ചൂട്ടുകറ്റയ്ക്കാണെങ്കിൽ കെടാറായിരിക്കുന്നു. അതിനു മുമ്പ് ഇല്ലത്തെത്താൻ ശങ്കുണ്ണിയാരുടെ മനസ്സ് കുറിച്ചു. തെങ്ങിൻതോപ്പിൽ ഒരു ചിറകടി വെച്ച കടവാവൽ പറന്നതാകും. അപ്രതീക്ഷിതമായതുകൊണ്ട് ശങ്കുശാർ വരണം തിരിഞ്ഞു നോക്കി പോവുകയും ചെയ്തു. അപ്പോ അകാരണമായൊരു സംശയം. തെങ്ങിൻതോപ്പിന്റെ നിഴലിൽ ഒരു നിഴൽ ചലിച്ചുവോ? ശ്ലോകം അപ്പോഴും ചുണ്ടിൽ മുറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൈപ്പിടിയിലെ ചൂടുകറ്റയിലേക്ക് നോക്കിയപ്പോൾ ചുട്ടുകറ്റ വയലിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു. ഇല്ലത്തേക്ക് മുന്നേ ഒന്ന് കുതിച്ചാൽ എത്താവുന്നതേയുള്ളൂ. അങ്ങനെ കുതിച്ച നിമിഷം തന്നെയുണ്ടായി വീണ്ടും ശബ്ദം. എടോ ശങ്കു! ഇത്തവണ കൂടുതൽ വ്യക്തമായിരുന്നു. ഏറ്റവും അടുത്തു. ശങ്കുശാരുടെ ശരീരം പെരുത്തു. അതെ, തിരുമേനിയുടെ ശബ്ദം തന്നെ. മുന്നോട്ട് കുതിക്കാൻ കഴിയാതെ അയാൾ സ്തംഭനായി നിന്നു. ഇങ്ങോട്ടൊന്ന് കയറിവാടോ ശങ്കു, ഇത് ഞാനല്ലേ. നാരായണൻ നമ്പൂതിരിയുടെ സ്നേഹമൂറുന്ന സ്വരം. ആ നിമിഷം ശങ്കുശാരുടെ മനക്കരുത്ത് ചോർന്നു. മനസ്സിന്റെ നിയന്ത്രണം ആരോ ഏറ്റെടുത്തതുപോലെ, കാറ്റിൽ ചലിക്കുന്ന പൊങ്ങുതടി പോലെ ശങ്കുശാർ വയലിൽ നിന്നും തെങ്ങിൻതോപ്പിലേക്ക് തിരിച്ചു കയറി. ഒരു സ്വപ്നാടനാകന്റെ മട്ടായിരുന്നു അയാൾക്ക്. ശങ്കു, ഇങ്ങോട്ട്, ഞാനിവിടെയാണ്. 5-6 തെങ്ങുകൾക്കപ്പുറത്തു നിന്നാണ് ഇപ്പോൾ ശബ്ദം. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഒത്തിരി സന്തോഷം, സ്നേഹം.